നട്ടുച്ചയ്ക്ക് വെയിലൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലം തണുപ്പ്. കാശ്മീർ എവിടെയും പോകണ്ട, അതായത് ഇവിടെ പൊന്മുടിയിൽ വന്നാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഫോഗ് മനസ്സിലാവത്തില്ല. ശരിക്കും നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കിക്കോ, ഇതാ കണ്ട ഇത്രയ്ക്ക് ഫോഗാണ്. ഫോഗ് അടിച്ചിട്ട് ഇതാ മുടിയൊക്കെ നനഞ്ഞ്. ചായക്കടക്കാരൻ ഇവിടെ ഇല്ല, എവിടെയോ പോയി. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു രസകരമായ ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. പൊന്മുടിയിലേക്ക് പോയി കോട കണ്ട് മടങ്ങാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. വെയിലാണെങ്കിൽ അൺസൈക്കബിൾ ആണ് ഗൈസ്. നമുക്കൊരു സോഡ നാരങ്ങളും കുടിച്ചിട്ട് യാത്ര തുടരാം അല്ലേ? അങ്ങനെ മച്ചാന്റെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രിവാൻഡ്രത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. മനസ്സിലായവർ കമന്റ് ഇട്ടേക്കണേ, ഒരു ക്ലൂ വേണേൽ തരാം. അങ്ങോട്ട് ഇതേ ഫോറസ്റ്റ് ആണ് കേട്ടോ. മച്ചാനാണെങ്കിൽ ഫോട്ടോ എടുക്കാണ്ട് ഒരടി അനങ്ങൂല എന്ന് പറഞ്ഞു ഒരേ വാശി. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും യാത്ര തുടങ്ങി. ഇത് ഏത് സ്ഥലമാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും ഈ റോഡൊക്കെ വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഒന്ന് ശരിയാക്കണേ. ഒന്നാമതേ വണ്ടിയിൽ ടയറില്ല, പാതിയും തേഞ്ഞു തീർന്നിരിക്കുവാണ്. അങ്ങനെ കുണ്ടും കുഴിയും ഒക്കെ കടന്ന് ഒരു എളുപ്പ വഴി ഗൂഗിൾ മാപ്പിൽ നോക്കി ചെന്ന് കയറി കൊടുത്ത്. വഴിയില്ല, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞേ ഇവിടെ വഴിയില്ലടാ. ഇതോ സൈക്കിള് മാത്രമേ പോത്തോളൂ. നിനക്ക് എന്താ സൈക്കിളേ പോത്തോളൂ? ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ ഇനി യാത്ര തുടങ്ങാനാവൂ. ബൈക്കൊക്കെ സൈഡാക്കി നമ്മൾ പോയി ടിക്കറ്റ് എടുത്തു. 2 വീലർ ആയതുകൊണ്ട് 100 രൂപ ആയിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. അങ്ങനെ മച്ചാന്റെ ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആവുകയാണ് കേട്ടോ. ഹരിദാസ് അല്ല, അഡിദാസാ? അബിബാസ്. ഇനി നല്ല തണുപ്പാണെന്ന് ആരോ അവിടെ പറയുന്നത് കേട്ടു. പ്രകൃതിയൊക്കെ എന്ത് മനോഹരം. മുൻപ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് 4 വീലറിലായിരുന്നു. ശരിക്കും 2 വീലർ യാത്ര പൊളിയാണ്. അതുമല്ല, നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ അത് 2 വീലർ തന്നെയാണ് ബെസ്റ്റ്. 4 വീലർ ഒക്കെ ആണെങ്കിൽ പാർക്ക് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. അന്ന് ഇത്ര വൈബ് കിട്ടിയില്ല. അങ്ങനെ വഴിയിലൊരു ചായക്കട കണ്ട് അവിടെ നിർത്തി ഓരോ ചായ കുടിച്ചിട്ടാവാം യാത്ര അല്ലേ? അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടത്തെ പറ്റി അഭിപ്രായം നമ്മുടെ ശിവൻ പറയും. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? റിവ്യൂ ആണ്, ചായയുടെ റിവ്യൂ. അവിടെ ചായക്കടക്കാരൻ ഇവിടെ ഇല്ല, എവിടെയോ പോയി. വണ്ടി എടുത്തോ എവിടെയോ പോയി. നമ്മളെ പൈസയില്ല കൊടുക്കാൻ. ഒരു 2-3 ഗ്ലാസ് ഒക്കെ ഇവിടെ നിൽക്കേണ്ടി വരും. ബൂസ്റ്റ് എങ്ങനെ ഉണ്ട് കുടിച്ചിട്ട്? മധുരം വേണം. ഇതാരുടെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഫീൽഡ് ക്ലിയർ ചെയ്യടേ. അങ്ങനെ അടുത്ത സ്പോട്ടിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കോട തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പോലും വയ്യ, അത്രയ്ക്ക് കോട. സമയം എത്ര മണി ഇപ്പൊ? കറക്റ്റ് 4 മണി. 2:59. 3 മണി ആവാൻ പോണ്. ജാതി കോട, എന്റെ അമ്മ. പുള്ളിനെ കാണുന്ന ലക്ഷ്യമായിട്ട് പോയി, അതുകൊണ്ട് പുള്ളി പോയി അപ്രത്യക്ഷമായി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിർത്തി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് പോയി അവസാനം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഇപ്പോഴാണ് മനസ്സിലായത്, വരുമ്പോൾ കണ്ട കോട ഒന്നും അല്ല, ഇവിടെ വേറെ ലെവൽ വൈബായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് നടക്കുവാണ്. മച്ചാന്റെ ഫോട്ടോ എടുക്കാൻ വൈബ് മുകളിലേക്കാണെന്ന് പറഞ്ഞ് കയറി ഓടുവാണ്. കൂടെ ഞാനും. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ, സീൻ വൈബ് തന്നെയല്ലേ. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. മച്ചാൻ ഫോട്ടോ എടുക്കാൻ റെഡി ആകുവാണ്. ഇവിടുത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ റീക്രിയേഷൻ ആണെന്ന് തോന്നുന്നു നടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ മാസ്ക്, കൊറോണയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അവിടെ കൊറോണ 2020 തീർന്നടിയാ. നീ മാറ്റി, നിന്റെ മോന്തൊന്ന് കാണട്ടെ. അങ്ങനെ എല്ലാവരും നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് വൈബ് അടിച്ച് പോകാൻ നോക്കും. എന്തായാലും നമ്മുടെ ഈ ട്രിപ്പ് നഷ്ടത്തിലായില്ല. അത്രയ്ക്കും കിടിലൻ ആംബിയൻസും കിടിലൻ പിക്ചേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് 4 മണിക്ക് മുമ്പ് എത്തിയിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കയറ്റി വിടത്തില്ല. ഫോഗ് കൂടിയാലും ആരും കയറ്റി വിടത്തില്ല ഇങ്ങോട്ട്. നട്ടുച്ചയ്ക്ക് വെയിലൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ തണുപ്പ്. കാശ്മീർ എവിടെയും പോകണ്ട, അതായത് ഇവിടെ പൊന്മുടിയിൽ വന്നാൽ മതി. ഇതിനും പറയാനുണ്ടോ? ഒരാൾക്ക് 50 വെച്ചാണ്. നല്ല തണുപ്പാണ്. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരുന്നവർ എല്ലാവരും ഒരു ജാക്കറ്റും പിന്നെ പറ്റുമെങ്കിൽ 5-6 ഹെൽമെറ്റ് ഒക്കെ എടുത്തോ. ഇവിടെ അത്രയ്ക്ക് തണുപ്പാണ്. പുതപ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം കിടന്ന് ഉറങ്ങാം. തലയണയും പുതപ്പും എല്ലാം ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വെയിലും ചൂടൊക്കെ കാരണം കഷ്ടപ്പെടുന്നവർക്ക് നേരെ പൊന്മുടിയിലോട്ട് വന്ന് റൂം എടുത്ത് കിടന്ന് ഉറങ്ങാം. ഇവിടെ സുഖമായിട്ട്. എന്തിനാണ് ഗൈസ് നാട്ടിൽ AC റൂമൊക്കെ എടുത്ത് കിടക്കണത്? നല്ല മഴക്കോളുണ്ട്, പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ എത്താം. അല്ലെങ്കിൽ നനഞ്ഞ് ഇവർ അറിയാല്ല, ഈ ഒരു ക്ലൈമറ്റ് കാണാൻ പോലും പറ്റുന്നില്ല. നിന്നെ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊക്കെ വേണോ? എന്തായാലും നിങ്ങൾക്ക് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഫോഗ് മനസ്സിലാവത്തില്ല. ശരിക്കും നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കിക്കോ, ഇതൊക്കെ കണ്ട ഇത്രയ്ക്ക് ഫോഗാണ്.
ഇവിടെ നിന്ന് വേറൊരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ആടിൻ്റെ കൂടെ എന്താ ഫോട്ടോ ഒക്കെ എടുക്കുക അല്ലേ? ഒന്നര ഫോട്ടോ എടുക്കുന്നു. എടുത്ത ഫോട്ടോ ഒക്കെ ഇട്ടോ. നീ എന്ത് കഴിച്ച് വാൾപേപ്പർ ഇടാനാണോ? ഐഫോൺ എന്താ കാണിക്കാൻ? ഇവനാണ് നമ്മുടെ ഇതിലൊക്കെ ഇട്ടിട്ട് ഫോട്ടോ വിൽക്കുന്ന ആള്. സൈറ്റ് ചെയ്തറാ പിക്സബയിലും മറ്റേ പിൻട്രസ്റ്റിലൊക്കെ ഫോട്ടോ എടുത്ത് വിൽക്കുന്ന ആളത് ഇവനാണ്. അപ്പോൾ ആർക്കെങ്കിലും ഡയറക്റ്റ് വാൾപേപ്പറോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ചു നേരം കറങ്ങി അടിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ്. തിരിച്ചിറങ്ങിയപ്പോൾ ഹെവി റെയിൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ പാതി വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.